എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നമ്മൾ അരൂര് വീട്ടിൽ വന്നു. നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു സർപ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ദേ ആദ്യം ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്നാണെന്ന് വിചാരിച്ചിരുന്നത്. സങ്കടപ്പെടണം എന്തിനാ? വരും, ഞങ്ങൾ പോയിട്ടില്ല, വരും. പിന്നെ റോഡ് വരെ വരുന്നുണ്ടോടെ? ഇല്ല, ആദ്യം പോയിട്ട് റോഡ് വരെ. ഞങ്ങൾ പോയിട്ട് വരാം. വേണ്ട 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 വേണ്ടമ്മേ, ചില്ലറില്ല. ഒരു 500 ആയിട്ടാണ് പിന്നെ കുഴപ്പമില്ലായിരുന്നു. 500 ഇല്ലല്ലേ, വകുപ്പില്ലാതെ. അപ്പൊ ഓക്കെ, എന്തായാലും നമ്മൾ പോവാണ്. അപ്പൊ ഇവര് എവിടെയൊക്കെ പോകുന്നു. ഓക്കെ, എവിടെ പോകുന്നു? ഞങ്ങള് ചിലപ്പോന്നല്ല എറണാകുളം പോവാണ്. കുറച്ച് 2-3 സാധനങ്ങളൊക്കെ. നമ്മുടെ അമ്മായിയുടെ അമ്മയാണ് കേട്ടോ. പോവാ അമ്മയുടെ ആങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മയല്ല, വൈഫിന്റെ അമ്മ. ഓക്കെ ഓക്കെ, പറഞ്ഞു. അതെ, അമ്മ ഇരിപ്പുണ്ട് ഇവിടെ. ആദ്യം ഉണ്ട് ചേട്ടായി ജോലിക്ക് പോയി. അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാട്ടോ. ആരുമില്ല, ഞങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരും കേട്ടോ. സ്കൂളിൽ പോണേ, ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്നതല്ല. ദേ അമ്മയുടെ ഷാളെന്തി? ഈ ഷാളിട്ടോ? ഓക്കെ, നമ്മുടെ ആൾക്കാർ വൈറ്റില കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ വേണം നമുക്ക് പോകാൻ. വേറെ ആയതുകൊണ്ട് എല്ലാം ഭയങ്കര തിരക്കാണ് കേട്ടോ. ഓട്ടോ നോക്കി നിന്നിട്ട് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്ക് വെച്ചാൽ ഭയങ്കര തിരക്ക് കിട്ടുന്നു. ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അയ്യോ, ഇതിലെ പോ. ഞങ്ങളിതേ ഒരുക്കൊക്കെ കയറിപ്പോൾ, കാരണം അവർ വന്ന വണ്ടി നിർത്തി കയറണം നമുക്ക്. അപ്പോൾ ഇച്ചിരി ബ്ലോക്ക് തീരുന്നിടത്ത് പോയി നിന്നാലേ പറ്റത്തുള്ളൂ. പള്ളിപ്പെരുന്നാളാണ് കേട്ടോ അവിടെ. നല്ല വെളിച്ചമൊക്കെ. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുവാണ്. അമ്മയുണ്ട്. തിരക്കുന്ന അപാര തിരക്ക് കേട്ടോ. കുറച്ചുകൂടെ ഞങ്ങൾ ഇപ്പുറം വന്നു നിന്നേ. അപ്പോൾ ഇവിടുത്തെ ഈ പാലം പണിയുന്നതിൻ്റെ തിരക്കായത്. അവർ വന്നില്ല കേട്ടോ. അവർ വരാൻ വേണ്ടി വെയിറ്റ്. അതുപോലെ തിരക്കാണ്. അവർ പാലം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. സാധാരണ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ വരുന്നത്. ഇതിപ്പോൾ 10-15 മിനിറ്റായി ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ ബ്ലോക്ക് എന്ന് വെച്ചാൽ അതുപോലെ ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാരെത്തിയിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ലിജി സുജിത്ത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കുഞ്ഞാച്ചിയും ചേട്ടായാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പള്ളികളിലൊക്കെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണ് നെളിച്ചിപ്പോൾ ആലപ്പുഴയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ദേ കാണുന്ന ആലപ്പുഴ ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അവിടെ കാർണിവൽ നടക്കുന്നു. അതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ മരണത്തെ തുടർന്നുള്ള ദുഃഖാചരണമാണ്. അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷങ്ങളൊന്നും ഈ പ്രാവശ്യം ഇല്ല. അത് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ആദീനെ കൊണ്ടുവരാത്തത് അവന് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു സിഗ്നലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ പോവാണ്. അപ്പം ഒരു 10 മിനിറ്റ് ശേഷം തുറക്കുമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഒരു 10 മിനിറ്റ് കിടന്നു. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ട്രെയിൻ വരുവാണ്. ഓക്കെ, ആ ട്രെയിനും പോട്ടെ. അങ്ങനെ ആ ട്രെയിനും പോയി 10 മിനിറ്റ് കിടന്നു. ശേഷം എടുക്കുമല്ലോ ഇതിപ്പം കൂടെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ അപ്പുറത്തുനിന്ന് വേറൊരു ട്രെയിനും വന്നു. അങ്ങനെ തുടരെ 3 ട്രെയിൻ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1/4 മണിക്കൂർ ആ സിഗ്നലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും തേനീച്ച കൂട്ടിന്ന് തേനീച്ച ഇളകി പോകുന്ന കണക്കാണ് ആൾക്കാർ പോകുന്നത്. അതുപോലെ വണ്ടിയിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായിരുന്നു. അങ്ങനെ പതുക്കെ നമ്മളും വണ്ടി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ സിഗ്നൽ കഴിഞ്ഞ ശേഷം നമുക്ക് സ്പീഡിൽ തന്നെ പോയി 12 മണിക്ക് മുന്നേ വീട്ടിലെത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ റോഡിൽ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികമൊന്നുമല്ല, വണ്ടികൾ തീരെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിലെത്തി. അങ്ങനെ നമ്മുടെ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൺട്രോത്തുരുത്ത് എത്തിയിട്ടുണ്ട്. വേഗം തന്നെ വീട്ടിലെത്തണം. എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. എല്ലാവരും ആഘോഷിക്കുന്നു. ഓക്കെ,
നമ്മൾ വീട്ടിലെത്തി കറക്റ്റ് 12 മണിയാൻ ഒരു 3 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ കേക്കൊക്കെ മുറിച്ചു, ഫുഡൊക്കെ കഴിച്ചു, ശേഷം നല്ല രീതിയിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. ഇങ്ങനെ രാവിലെ ഇറങ്ങിയതെന്നായി വെള്ളം കയറിയേക്കും കേട്ടോ. നിറച്ചും വെള്ളം കയറിയിട്ടുണ്ട്, വീടിൻ്റെ അകത്തൊക്കെ കയറി. ശ്രീകുട്ടനും കൂടെ ദേ കടയിലായിട്ട് പോവാണേ. ഇപ്പം റോഡൊക്കെ ദേ അടിപൊളിയായിട്ട് പണിത് സെറ്റാക്കി. വെള്ളം നല്ലപോലെ നിറഞ്ഞ് പൊങ്ങിയിട്ട് നല്ല വെയിൽ. ഇവിടെ കാണുമല്ലോ. ഇല്ല, കരിമീൻ ചൂണ്ടയില്ല അവിടെ 3 രൂപ. എന്നാ നമുക്ക് അങ്ങോട്ട് പോയി ഇതൊക്കെ മേടിക്കുമ്പോൾ എവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ പോയി. അപ്പം ഞങ്ങൾ ചൂണ്ടൊക്കെ ഞാൻ 2 ദിവസമായി. 2 ദിവസമല്ല, ഇന്നലെ വൈകുന്നു, സോറി. ഞങ്ങളെല്ലാവരും കൂടെ വന്നേ. ഞാൻ ചൂണ്ടയില്ലല്ലോ ഇവിടെ. മേടിച്ചിട്ട് വരാം. മറ്റേ കരിമീൻ ചൂണ്ട വേണം, കുഞ്ഞത്. ഒരു ചൂണ്ട കുഞ്ഞെ ഒരു ചൂണ്ടയ്ക്ക് 3 രൂപ. ഇപ്പൊ 10 രൂപയ്ക്ക് എത്ര കിട്ടും? 3 എണ്ണം 50 രൂപയ്ക്ക് 1 രൂപ മിച്ചവും കിട്ടും. അടിപൊളി റോഡ് കേട്ടോ, രസമാക്കി. അപ്പോൾ നമ്മൾ അപ്പുറ കടയിലേക്കാണ് പോകുന്നത്. യെസ്, നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. രാവിലെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ചിച്ചിരയുടെ നേരത്തെ നാളെ രാവിലെ ഉണ്ട് നമുക്ക് എസ് വളവിൽ നടക്കാൻ പോകാതെ. എവിടെ? പാലത്തിലോ? നാളെ അപ്പോൾ വെള്ളം പൊങ്ങുമല്ലേ, രാവിലെ പോണം നമുക്ക്. ഇത് 24 hours no sleeping challenge. ഓക്കെ, ഇന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചലഞ്ച് ചെയ്യും കേട്ടോ. 24 മണിക്കൂർ ഉറങ്ങാതിരിക്കുക. ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നും. ചോറും മുളക് പൊടിയോ? ചോറും മുളക് പൊടിയും. ദൈവമേ, എനിക്ക് എരിവ് ഏറ്റവും ഇഷ്ടം. എനിക്ക് എരിവിച്ചിരിയുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇച്ചിരി ഒത്തിരി ഉള്ള ഇച്ചിരി ഉള്ളത് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ നടക്കട്ടെ, അല്ല വണ്ടി ഇടിച്ചിട്ട് പോകും. അപ്പോൾ ഞങ്ങൾ കടയിൽ ചൂണ്ട വാങ്ങണം, അതുപോലെ എനിക്ക് ബ്രഷ് കൊണ്ടുവന്നില്ല, ബ്രഷ് വാങ്ങണം, കോൾഗേറ്റ് വാങ്ങണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോകുന്നത്. നീ നടക്കട്ടെ, വല്ല വണ്ടി ഇടിച്ചിട്ട് പോകും. കടയിൽ വന്നേക്കുവാണ്. ചേട്ടാ അടിക്ക് എന്തി ചോദിയില്ലേ? വേണ്ടേ? പൈസ ഉണ്ടോ? മേടിക്ക്. എന്താ വെച്ചേ? പൈസ ഉണ്ടോ? പാപ്പൻ രാവിലെ പോകുന്നു, ഞങ്ങള് വൈകുന്നേരം വരുന്നതാണ്. ഞങ്ങളത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ അമ്മ പേരെന്ത് വരുന്നടാ? വത്സലാമ്മയുടെ കയ്യിലതൊരു ചൂണ്ട കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചൂണ്ടയും നൂലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ 2 ദിവസം ചൂണ്ടയിട്ട് തകർക്കും. അപ്പോൾ ശ്രീകുട്ടിന് വയ്യായിരുന്നു, ചെറിയ വേർവേനൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൂട്ടിൽ കയറി. വത്സലാമ്മയ്ക്ക് കൊടുക്കാനുള്ള ചൂണ്ടയാണ്.
റോഡ് പണിക്കാരുണ്ട് കേട്ടോ അടുത്ത് അവിടെ. നമ്മുടെ വണ്ടി പുറത്തിട്ടേക്കുക, അകത്തിടാൻ. അകത്ത് വെള്ളമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കയറി ആ വെള്ളത്തിൽ വെള്ളം അല്ല വീട്ടിൽ വെള്ളമായി. തെങ്ങ് മറ്റില്ലേ എന്തേലും അകത്തിരിക്കുന്ന അതേപോലത്തെ അത് ഉണ്ട്. ദിവസം മണ്ണ് കൊണ്ട് അടിച്ചിട്ട് നെറ്റ് കട്ടായതാണ്. നെറ്റ് കട്ടായി പൊട്ടിപ്പോയി അവിടെ. നമ്മുടെയോ? ആ ഓ തന്നെ ഇത് അവർ ശരിയാക്കി തന്നോ? രാവിലെ തന്നെ ക്ലീനിങ് ആണ് കേട്ടോ. അതിൽ കുട്ടികൾ ഇപ്പോൾ വെള്ളം ഇത്രയായി, നമ്മുടെ നടയുടെ അവിടെ വരെ എത്തി. ഇറങ്ങും കേട്ടോ വെള്ളം. ക്ലീനായി